ഹലോ. എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ NPTEL ഓൺലൈൻ രജിസ്ട്രേഷൻ കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ കരപൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള രാജാറാം ലഗരാജാണ്. ഈ കോഴ്സിൽ ഡ്രോയിംഗിന്റെ സാങ്കേതിക രീതിയെക്കുറിച്ചും അതിനെ കലാപരമായ ഡ്രോയിംഗുമായി താരതമ്യപ്പെടുത്തുന്നതിനെക്കുറിച്ചും നമ്മൾ പഠിക്കാൻ പോകുന്നു. ആദ്യ ലെക്ചറിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം കവർ ചെയ്യും. എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് എഞ്ചിനീയർമാർക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. നിങ്ങളുടെ ആശയങ്ങൾ എന്തായാലും ഡ്രോയിംഗുകളിലൂടെയും സ്കെച്ചിലൂടെയും നിങ്ങൾ അത് പ്രകടിപ്പിക്കുന്നു. ഡിസൈൻ, പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ പോലെയുള്ള നിരവധി എഞ്ചിനീയറിംഗ് വശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പല കാര്യങ്ങളും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ടർബൈൻ ബ്ലേഡുകളും വിമാന ചിറകുകളും ഉണ്ടാകും. ഇവയ്ക്ക് പല വശങ്ങളും ഉണ്ടായിരിക്കണം. വൻതോതിൽ ഉത്പാദനം നടത്തണം. അതിനായി ആവർത്തിച്ചുള്ള പാറ്റേണുകൾ ആവശ്യമാണ്. കൂടുതൽ വേണ്ട ഡ്രോയിംഗുകളുടെ ശരിയായ നിർമ്മാണം സൃഷ്ടിക്കാൻ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് സഹായിക്കുന്നു. അത് പ്രൊഡക്ഷൻ ലൈനുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അതുപോലെ രാസ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചിടത്തോളം നിരവധി താപവും മാസ് കൈമാറ്റ ഉപകരണങ്ങളും ശരിയായി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. എല്ലാ ഡിസൈനുകൾക്കും എപ്പോഴും സഹിഷ്ണുതയുണ്ട്, എന്നാൽ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ വഴി അത് കുറയ്ക്കാം. പ്രൊഡക്ഷൻ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതെന്തും. അതുപോലെ സിവിൽ വാസ്തുവിദ്യാ എഞ്ചിനീയർമാർ കെട്ടിടങ്ങളുടെ പാറ്റേണുകൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കു പോലും ഡ്രോയിംഗുകൾ നേടാൻ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് സഹായിക്കുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് വളരെ അത്യാവശ്യമാണ്. പല ചിപ്സ്, റെസിസ്റ്ററുകളും വ്യവസായങ്ങളിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ശരിയായി ഉപയോഗിക്കേണ്ടതുണ്ട്. ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ശ്രദ്ധാപൂർവമായ മാർഗം ആവശ്യമാണ്. ഞങ്ങളുടെ കോഴ്സ് അവരുടെ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഈ കല പഠിക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം സാങ്കേതിക എഞ്ചിനീയർമാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈനുകൾ, കർവുകൾ, വിവിധ മെക്കാനിക്കൽ ഭാഗങ്ങൾ തുടങ്ങിയവ എങ്ങനെ വരയ്ക്കാം. കൂടാതെ നമ്മൾ ഓർത്തോഗ്രാഫിക് പോയിന്റുകൾ കാണാൻ ശ്രമിക്കും. ലൈനുകൾ, പ്ലെയിനുകൾ, പ്രൊജക്ഷനുകൾ, പ്രിൻസിപ്പൽ ആൻഡ് ഓക്സിലിയറി വ്യൂകൾ, ഒരു നിശ്ചിത ദിശയിലുള്ള കാഴ്ചകൾ, സെക്ഷണൽ വ്യൂകൾ, ലൈനുകളുടെ ഇന്റർസെക്ഷൻ, പ്ലെയിനുകൾ, പിന്നെ സോളിഡുകൾ, കൂടാതെ ഉപരിതലങ്ങളുടെ വികസനവും. കുറച്ച് ഡ്രോയിംഗ് രീതികളും അളവുകൾ എങ്ങനെ നൽകാമെന്നും വിശകലനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഫിറ്റ്സും ടോളറൻസും എങ്ങനെ പ്രതിനിധീകരിക്കാം. കൂടാതെ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വരക്കാൻ കമ്പ്യൂട്ടറുകൾ എങ്ങനെ ഉപയോഗിക്കാം. അസംബ്ലിയുടെയും ഡിസൈൻ പ്രാക്ടീസിന്റെയും മേഖലയിൽ വൈദഗ്ധ്യം കുറവാണെങ്കിൽ പോലും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ ടെക്നിക്കൽ ഡ്രോയിംഗിന്റെ സാങ്കേതികതകളും സ്റ്റാൻഡേർഡ് രീതികളും പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. പ്രഭാഷണങ്ങളുടെ അവസാനം മൾട്ടിവ്യൂ ഓർത്തോഗ്രാഫിക്കിലെ മെക്കാനിക്കൽ ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വർക്കിംഗ് അസംബ്ലി ഡ്രോയിംഗ് വായിക്കാൻ ഒരാൾക്ക് കഴിയും. ആശയപരമായ ഡിസൈൻ സ്കെച്ചുകൾ സൃഷ്ടിക്കുകയും അസംബ്ലി ഡ്രോയിംഗുകൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ശരിയായി സാങ്കേതിക ഡ്രോയിംഗ് കഴിവുകൾ പഠിക്കുകയും കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയർ ഡ്രോയിംഗുകളെ പ്രതിനിധീകരിക്കാൻ സഹായിക്കുന്നു. ഈ കോഴ്സിൽ ആകെ ഉള്ള 12 മൊഡ്യൂളുകളിൽ 1 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾക്ക് ആമുഖം. 2 കോണിക് വിഭാഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. സെക്ഷനുകളിലും സെക്ഷണൽ വ്യൂവിലും മൊഡ്യൂളുകളായി അവയെ പ്രതിനിധീകരിക്കുന്ന വിധം ഒരു പ്രത്യേക മൊഡ്യൂളായി. ഐസോമെട്രിക് പ്രൊജക്ഷനുകളെ എങ്ങനെ പ്രതിനിധീകരിക്കാം. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനത്തെക്കുറിച്ചുള്ള 4 മൊഡ്യൂളുകൾ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ച് അറിയുകയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവ വരയ്ക്കുകയും ചെയ്യുന്നു. ഒരു നിർദ്ദിഷ്ട പ്രശ്നം എടുക്കുന്നതിനും ഡിസൈൻ പ്രോജക്റ്റ് ചെയ്യുന്നതിനും 2 മൊഡ്യൂളുകൾ. നമ്മൾ പിന്തുടരുന്ന അടിസ്ഥാന പാഠപുസ്തകങ്ങൾ: ND ഭട്ട് ആൻഡ് അതേഴ്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ്,
DM Kulkarni and others Engineering Graphics with AutoCAD. ഇൻട്രൊഡക്ഷൻ അറ്റ് സോളിഡ് വർക്ക്സ് ബൈ അസെംബിൾ അറ്റ് സി പ്രസ് ഇവയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ. അതിലുപരി വിഷയം വളരെ നന്നായി കവർ ചെയ്യുന്നതിനായി ധാരാളം ഓൺലൈൻ റിസോഴ്സുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റഫറൻസുകളും മെറ്റീരിയലുകളും ഞങ്ങൾ ഉപയോഗിച്ചിടത്തെല്ലാം ഞങ്ങൾ ഉചിതമായി പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ അംഗീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും 100 വർഷത്തെ എഞ്ചിനീയറിംഗ് രീതികൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. അംഗീകാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒഴിവാക്കലുകൾ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ. ആദ്യ മൊഡ്യൂൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളുടെ ആമുഖം ഉൾക്കൊള്ളുന്നു. അതിൽ നമുക്ക് ഡ്രോയിംഗ് ഉപകരണങ്ങളെക്കുറിച്ച് അറിയാം, അക്ഷരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന് നമ്മൾ ഏത് തരത്തിലുള്ള പേപ്പർ ലേഔട്ടുകളാണ് ഉപയോഗിക്കേണ്ടത്. കൂടാതെ ജ്യാമിതീയ കർവുകളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഡൈമെൻഷനിങ്, ടോളറൻസുകൾ തുടങ്ങിയവയും നമ്മൾ കവർ ചെയ്യും. കലാപരമായ രീതിയിൽ നമുക്ക് സ്കെച്ചുകൾ വരയ്ക്കാം. ഉദാഹരണത്തിന്, ഒരു കലാകാരൻ വരച്ച ഒരു റോക്കറ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നു. ആ റോക്കറ്റിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് വമിക്കുന്നത് കാണാം. ന്യൂട്ടന്റെ നിയമം അനുസരിച്ച് അത് ആക്കം നൽകുന്നു. റോക്കറ്റ് മുകളിലേക്ക് പറക്കുന്നു. ഇവിടെ റോക്കറ്റ് ആകൃതി ആർബിട്രറിയാണ്. ഇത് കാര്യക്ഷമമായ രൂപകൽപ്പനയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിൽ ഇത്തരത്തിലുള്ള ഡിസൈൻ സമ്പ്രദായങ്ങൾ ഉൾപ്പെടുന്നു. എന്താണ് കാര്യക്ഷമമായ ഡിസൈനുകൾ? കുറഞ്ഞത് എയറോഡൈനാമിക് ഡിസൈനുകളുടെ കാര്യത്തിൽ സ്ഥിരത, ഘടനാപരമായ ശക്തി, എന്തും ഡിസൈൻ ചെയ്യാനുള്ള നിരവധി പ്രതിനിധാനങ്ങൾ. ന്യൂട്ടൺ മെക്കാനിക്സ് പോലെയുള്ള ആദ്യ തത്വങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് വലിപ്പം, സമ്മർദ്ദങ്ങളെയും ശക്തികളെയും തടയാൻ കഴിയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയകൾ തുടങ്ങിയവ പ്രതിനിധീകരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ റിയലിസ്റ്റിക് റെപ്രസെന്റേഷൻ വരയ്ക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ ലൈനുകളിലേക്ക് കൊടുക്കുന്നു. നിർമ്മാണവും ഉൽപ്പാദന ലൈനുകൾ അത്തരത്തിലുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. എഞ്ചിനീയറിംഗ് ഡിസൈനിന് ആവർത്തനം വളരെ ആവശ്യമാണ്. ഉദാഹരണത്തിന്, റോക്കറ്റിനെ നോക്കുന്ന എഞ്ചിനീയറിംഗ് രീതി ഡ്രോയിംഗിനെ പ്രതിനിധീകരിക്കുന്ന കലാപരമായ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു ലളിതമായ റോക്കറ്റിൽ നിരവധി ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഹബ്, റീഎൻട്രി ആകൃതി, ഒരുപക്ഷേ ചിറകും, പിന്നെ ഈ റോക്കറ്റ് രൂപകൽപ്പന ചെയ്യാൻ സംയോജിത ഘടകങ്ങളും കൂടാതെ മറ്റു നിരവധി ഘടകങ്ങളും ഉൾപ്പെടും. ഈ റോക്കറ്റിന്റെ സെക്ഷണൽ വ്യൂകൾ വളരെ പ്രധാനമാണ്. അവയിൽ ചിലതിന് ത്രസ്റ്റേഴ്സ് ഉണ്ട്, അവരിൽ ചിലർക്ക് ബോഡി സപ്പോർട്ടുകൾ ഉണ്ട്, അവയിൽ ചിലതിന് കോറുകൾ ഉണ്ട്, അവയിൽ ചിലത് കോണാകൃതിയിലുള്ള ആകൃതികളും മറ്റുമുള്ളവയാണ്. കാര്യങ്ങൾ കട്ട് സെക്ഷണലിൽ പോലും നിരവധി ഇന്ത്യൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഇവയെല്ലാം പ്രതിനിധീകരിക്കുകയും പുനർനിർമ്മിക്കുകയും വേണം ഒരാൾ. റോക്കറ്റ് പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കലാപരമായ മാർഗമാണ് എപ്പോഴും നല്ലതും ലളിതവും. എഞ്ചിനീയറിംഗ് രീതിയിൽ വളരെ സങ്കീർണമായ ഡ്രോയിങ്ങുകളാണ് ഉള്ളത്. അതിൽ ഓരോ ഘടകവും കൃത്യമായി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവയുടെ അളവുകൾ എന്താണ് ചെയ്യുന്നത് മാത്രമല്ല, കട്ട് സെക്ഷണൽ എങ്ങനെ കാണപ്പെടുന്നു. ഉദാഹരണത്തിന്, എഞ്ചിനീയറിംഗ് രീതിയിൽ ചില ലൈനുകൾ ഉണ്ട്. അമ്പുകൾ, നിംബസ് പോലുള്ള എന്തോ ഒന്ന് അളവിനെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ചില തലക്കെട്ടുകളും ഘടകങ്ങൾ, അത് ഉണ്ടാക്കിയ സെക്ഷണൽ വ്യൂകൾ, അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ. അതിനാൽ കാര്യങ്ങൾ എപ്പോഴും പരാമർശിക്കേണ്ടതാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കാര്യങ്ങൾ വരയ്ക്കുന്നതിനും ഡ്രോയിംഗ് പ്രതിനിധീകരിക്കുന്നതിനുമുള്ള ഈ അടിസ്ഥാന പദ്ധതിയെക്കുറിച്ച് അറിയുകയാണ് നിർമ്മാണ ഉൽപ്പന്നത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വീണ്ടും രൂപകൽപ്പന ചെയ്യാൻ ആണ് ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ അടിസ്ഥാന ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് ഫർദർ ഡിസൈൻ എന്ന് വ്യാപകമായി അറിയപ്പെടുന്ന ഈ കോഴ്സ് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നു. സാങ്കേതിക ഡ്രോയിംഗ് കഴിവുകളിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ഉൾപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ആശയങ്ങൾ പഠിക്കാൻ. ഉദാഹരണത്തിന്, നമുക്ക് ഒരു ബഹിരാകാശ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാം. ഇത് ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്ററിന് മുകളിലുള്ള ബഹിരാകാശ സ്റ്റേഷന്റെ യഥാർത്ഥ ചിത്രം. ഉയരത്തിൽ
സോളാർ പാനലുകൾ, ത്രസ്റ്ററുകൾ, മറ്റ് പല കാര്യങ്ങൾ എന്നിവ പോലുള്ള നിരവധി ഘടകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ അമൂർത്ത അർത്ഥത്തിൽ നോക്കിയാൽ അതിൽ അസംബ്ലി ഓഫ് മിനി പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് സ്കൈലാബ് 950-916 പ്രശസ്തമായ ബഹിരാകാശ നിലയം. നിരവധി സോളാർ പാനലുകളും ഗൈറോസ്കോപ്പുകളും ഉപകരണങ്ങളും അടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് അതിൽ റോ മെറ്റീരിയലുകളുടെ ഷീൽഡുകൾ അടങ്ങിയിരിക്കാം, ഉറക്കാറുകൾ, വാർഡ് മുറികൾ, മാലിന്യ അറകൾ, എയർലോക്ക് മൊഡ്യൂളുകൾ, ഒന്നിലധികം അഡാപ്റ്ററുകൾ, കമാൻഡ് സേവന മൊഡ്യൂളുകൾ, ടെലിസ്കോപ്പ്, വർക്ക്ഷോപ്പ് യൂണിറ്റുകൾ. ഓരോന്നും ശ്രദ്ധാപൂർവം വരയ്ക്കണം. സമ്പ്രദായങ്ങളിൽ ചിലത് പിന്തുടരുന്നു. ഫാബ്രിക്കേഷൻ യൂണിറ്റിനോ മാനുഫാക്ചറിംഗ് ആൾക്കാർക്കോ നൽകണം. ഡ്രോയിംഗിനെ അടിസ്ഥാനമാക്കിയ അളവുകൾ ഒരാൾക്ക് ഓരോ ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഏത് ഘടകം എന്തിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന് അവർക്കറിയാം. സാധാരണയായി ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിൽ 10 ലക്ഷത്തിലധികം വ്യക്തിഗത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഈ സ്കൈലാബ് പരീക്ഷണത്തിന് ബഹിരാകാശ നിലയം എന്താണോ നിർമ്മിച്ചിരിക്കുന്നത്, ഏകദേശം ലക്ഷത്തോളം ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഏത് ഘടകമാണ് എവിടേക്ക് പോകേണ്ടതെന്നും മറ്റും ഓർത്തെടുക്കാൻ ഒരു മനുഷ്യനും എളുപ്പമല്ല. ഈ ഘടകം ഒരു വ്യക്തിയോ ഒരൊറ്റ യൂണിറ്റോ ഉണ്ടാക്കിയതുമായിരിക്കില്ല. അതു വിതരണം ചെയ്യും. ഈ ഡ്രോയിംഗുകൾ വിവിധ നിർമ്മാണ യൂണിറ്റുകൾക്ക് വിതരണം ചെയ്യും. കൂടാതെ വ്യക്തിഗത ഘടകങ്ങൾ നിർമ്മിക്കും. അതിനാൽ ഈ വ്യവസായങ്ങൾക്കിടയിൽ സിൻക്രൊണൈസേഷൻ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിലൂടെ അറിയിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഈ ഇടതുവശത്ത് ഞങ്ങൾ അത്തരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കാണിക്കുന്നു. ഇത് എല്ലാ വ്യക്തിഗത ഘടകങ്ങളും പ്രതിനിധീകരിക്കുന്നു. ഇതിന് വെവ്വേറെ ത്രസ്റ്ററുകൾ ഉള്ള നിരവധി സബ് ഡ്രോയിംഗ് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകമായി ഗൈറോസ്കോപ്പ് ഉള്ളത് കമ്പാർട്ട്മെന്റൽ സ്പേസ് പ്രത്യേകം. ഈ വ്യവസായങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ നട്ടുകളും ബോൾട്ടുകളും. അവർ പാറ്റേൺ ആവർത്തിച്ചുകൊണ്ട് കോൺഫിഗറേഷൻ പുനർനിർമ്മിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഒരു കാറ്റിന്റെ പാം എടുക്കുകയാണെങ്കിൽ അതിൽ കാറ്റിൽ ടർബൈൻ ബ്ലേഡുകളും ഒരു വലിയ പോസ്റ്റുകളും അടങ്ങിയിരിക്കുന്നു. അത് 50 മീറ്റർ ഉയരമായിരിക്കാം. ഈ വിൻഡ് ടർബൈൻ ബ്ലേഡുകളുടെ ഏകദേശം 20 മീറ്റർ വ്യാസമുണ്ട്. ഒരു കാറ്റാടി ഫാമിൽ നിരവധി കാറ്റാടി യന്ത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓരോ ടർബൈനും പ്രതിനിധീകരിക്കുകയും നിർമ്മിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കാറ്റ് ടർബൈൻ ബ്ലേഡ് പോസ്റ്റിന് കൂടാതെ ഡയമെൻഷനുകളും ടോളറൻസും ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളും വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഡ്രോയിംഗ് ഷീറ്റ് ഇല്ലെങ്കിൽ അത്തരം ആവർത്തിച്ചുള്ള പാറ്റേണുകൾ പുനർനിർമ്മിക്കുക എന്നത് ഒരു നിർമ്മാണ യൂണിറ്റിനും എളുപ്പമായിരിക്കില്ല. അതിൽ വളരെ സങ്കീർണമായ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ടർബൈനിന് പോലും ഒരു ജനറേറ്റർ, വിൻഡ് വെയിൻ പോലെയുള്ള ഒന്ന്, കുറഞ്ഞ വേഗതയുള്ള ഷാഫ്റ്റുകൾ, നസെല്ല്, ടവറുകൾ, യാവ മെക്കാനിസം, ഗിയർബോക്സും നിരവധി യൂണിറ്റുകളും. ഓരോ യൂണിറ്റും ശരിയായ രീതിയിൽ കൂട്ടിച്ചേർക്കണം. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നു ഈ അസംബ്ലി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, കൂടാതെ അടിസ്ഥാന ഡ്രോയിംഗുകളെ എങ്ങനെ പ്രതിനിധീകരിക്കാം. കോഴ്സിന്റെ അവസാനം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡയമെൻഷൻസ്, ടോളറൻസുകൾ, ബോക്സുകൾ, സെക്ഷണൽ വ്യൂകൾ. മെക്കാനിക്കൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന് മാത്രമല്ല, സിവിൽ എഞ്ചിനീയറിംഗിലും കൺസ്ട്രക്ഷൻ ഡ്രോയിംഗ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവിടെ ഇടതുവശത്ത് മുംബൈയിൽ നിന്നുള്ള ബാന്ദ്ര വോർലി കടൽ ലിങ്ക് പോലെയുള്ള ഒരു ലളിതമായ ഉദാഹരണം കാണിച്ചിരിക്കുന്നു. അതിൽ വളരെ നീളമുള്ള ഒരു പാലം അടങ്ങിയിരിക്കുന്നു. ധാരാളം ബീമുകളും നിരകളും അവിടെയുണ്ട്. ബാന്ദ്ര വോർലി തമ്മിലുള്ള ദൂരം ശരിയായ സൈഡ് പ്ലോട്ടിൽ ഏകദേശം 4.7 കിലോമീറ്ററുകളാണ്. ഈ സസ്പെൻഷനുകൾ എവിടെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നതുപോലുള്ള ഒന്ന് അവിടെ പൈലോൺ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ പാലം എങ്ങനെ നിർമ്മിക്കണം എല്ലാം ഒരു സ്കീമാറ്റിക് രീതിയിൽ പ്രതിനിധീകരിക്കുന്നു. ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ഒരു ഭാഗമാണ്. സങ്കീർണമായ കാര്യം. മധ്യഭാഗത്ത് കാണിച്ചിരിക്കുന്ന കൂടുതൽ ആന്തരിക വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും അതിൽ മാസ് പോസ് ഉണ്ട്.
സ്തംഭം മുതൽ സ്തംഭം വരെയുള്ള അളവുകളും പല കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ കോഴ്സ് സമയത്ത് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ മനസ്സിലാക്കുന്നതിനുള്ള കഴിവുകൾ വിദ്യാർത്ഥി വികസിപ്പിക്കും. കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അവ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം. സാങ്കേതിക ഡ്രോയിംഗുകളുടെ വിഷ്വൽ വശങ്ങളുള്ള 3D ഒബ്ജക്റ്റുകൾ വികസിപ്പിക്കുക. ഇവയാണ് ഞങ്ങളുടെ കോഴ്സിന്റെ ലക്ഷ്യങ്ങൾ. നന്ദി.